വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 ബീൻസ് നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ക്യാരറ്റും ക്യൂബ്സായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഗ്രീൻ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി നുറുക്കിയതും, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. ഈ കറിയുടെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെതാണ്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഗ്രേവിക്ക് ആവശ്യമായി നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 കാഷ്നട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അരച്ച് ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമ്മൾക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുവാപ്പട്ടയുടെ ചെറിയ 3 കഷ്ണം ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഏലക്ക തോട് ചെറുതായി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. 2 തക്കോലവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4-5 ഗ്രാമ്പു കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റണം. ഗ്രാമ്പു ഒന്ന് ചൂടായി വരുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. സ്പൈസസ് ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊന്നും ചേഞ്ചായി വരണ്ട, ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതിയാവും. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിലേക്ക് ആവശ്യമായി 1 ടീസ്പൂൺ കുരുമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല കൂടി പോവരുത്. ഇനി ഇതെല്ലാം ചെറുതായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായി ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലിലാണ് നമ്മൾ ഈ പച്ചക്കറി വേവിക്കുന്നത്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ കുതിരാൻ വെച്ചിരുന്ന കാഷ്യൂനട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഞാൻ ഈ കുതിരാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ടൊക്കെ നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം.
നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന തേങ്ങാപ്പാലൊക്കെ ഏകദേശം ഒന്ന് വറ്റി പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരുന്ന കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് ഗ്രേവിയൊക്കെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്ന കറിയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 1/4 പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾക്ക് മൂടി അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണം ഇതിലേക്ക് നന്നായി ഒന്ന് ഇറങ്ങി വരും. അത് സ്റ്റൂവിന് നല്ലൊരു രുചി കൊടുക്കും. 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. ഇപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.